പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ കൊല്ലപ്പരീക്ഷ അഥവാ വാർഷിക പരീക്ഷ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം, കഴിഞ്ഞ 3 വർഷങ്ങളിലായി ചോദിച്ച ചോദ്യത്തിൻ്റെ മാതൃക എങ്ങനെ എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. ഒരിക്കലും നഷ്ടമാവില്ല, മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ലിസാനിൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് വന്നത് ഉത്തരസഹിതം നമുക്ക് വായിച്ചൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് തുടർന്നും ഇതുപോലത്തെ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം, പ്രോത്സാഹനം നിങ്ങളുടെ സഹായമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിൽ മുനാസിബി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യാനാണ്. ഡാഷ് അൽ ഇൻസാനു ലഈഫൻ, അതിനോട് യോജിച്ചത് ഖുലിക്കൽ ഇൻസാനു ലഈഫൻ, മനുഷ്യരെ ബലഹീനരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. 2, റഹല മുഹമ്മദുൻ, മുഹമ്മദ് യാത്ര പോയി. വ ഹമീദുൻ, ഹമീദും യാത്ര പോയി. ഇലൽ മദീനത്തി ഷരീഫ, ഷറഫാക്കപ്പെട്ട പവിത്രത നിറഞ്ഞ മദീനയിലേക്ക്. 3, അ അൻതും മക്കസ്തും ഫീ ദാരി ഉമ്മആത്തിക്കും. അ അൻതും, നിങ്ങളാണോ, നിങ്ങൾ, മക്കസ്തും താമസിക്കുന്നവരാണോ, ഫീ ദാരി ഉമ്മആത്തിക്കും, നിങ്ങളുടെ ഉമ്മാടെ വീട്ടിൽ താമസിക്കുന്നവരാണോ. 4, അഷംസു വൽ കമറു, സൂര്യനും ചന്ദ്രനും, യസ്ജുദാനി, രണ്ടും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. 5, ഒസൽന അരിജിലൈനി മഅൽ കഅബൈനി, ഞെരിയാണിയോടുകൂടെ 2 കാലുകളെ ഒസൽന, ഞങ്ങൾ കഴുകി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ നുത്തമ്മിമു, പൂർത്തിയാക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അൽ ഹറഫു ലഫ്ലുൻ ലൈസ ലഹു മാനൻ. ഹറഫ് എന്ന് പറഞ്ഞാൽ അതിനിക്ക് സ്വന്തമായി അർത്ഥമില്ല. പിന്നെയോ ഇല്ലാ മാ വൈരിഹി, മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴല്ലാതെ സ്വന്തം നിലക്ക് ഹറഫിനിക്ക് അർത്ഥം ഇല്ല. 2, വൽ മൻഫിയു, മൻഫിയായത് ഫിയലുൻ, ക്രിയയാണ്. യദുല്ലു, അത് അറിയിക്കും. അല അദമി വുഖൂഇൽ ഫീല്, ഫിയല് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് മൻഫി, നെഗറ്റീവ്. പോസിറ്റീവ് ആകുമ്പോൾ ക്രിയ ഫിയല് സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കും. മൻഫി ആകുമ്പോൾ ക്രിയ സംഭവിച്ചില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുക. 3, വയജഅലുൽ മുളാരിഉൽ മുസ്ബത്തു മൻഫിയൻ ബിസിയാദത്തി, മുളാരിയെ മുസ്ബത്തിനെ മൻഫിയാക്കും. ബിസിയാദത്തി ലാ, ലാനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്, കൂടുതലാക്കൽ കൊണ്ട്. എവിടെ? ഫി അവലിഹി, അതിൻ്റെ ആദ്യത്തിൽ ലാന് കൂടുതലാക്കൽ കൊണ്ട്. 4, വൽ മജ്ഹൂലു, മജ്ഹൂല് ഫിയലുൻ, ക്രിയയാണ്. ലം യുദ്കർ, പറയപ്പെട്ടിട്ടില്ല. മഅഹു, അതിനോട് കൂടെ. അൽ ഫാഇലു, ക്രിയയുടെ കർത്താവിനെ, ക്രിയ ആരിൽ നിന്നാണോ സംഭവിച്ചത് അയാളെ പറയപ്പെടാത്ത ഘട്ടത്തോളം, സമയത്തോളം ഫിയൽ മജ്ഹൂലായിരിക്കും. കാരണം ഫായിലിനെ പറഞ്ഞിട്ടില്ലല്ലോ. ഫായിലിനെ പറഞ്ഞാൽ ഫിയൽ മഅറൂഫ് ആവുകയും ചെയ്യും. 3, നുസരിഫു, സറഫാക്കാനാണ്. അതിലൊന്ന് യുർഹമു, യുർഹമാനി, യുർഹമൂന. തുർഹമു, തുർഹമാനി, യുർഹംന. തുർഹമു, തുർഹമാനി, തുർഹമൂന. തുർഹമീന, തുർഹമാനി, തുർഹംന. ഉർഹമു, നുർഹമു. 2, ലം യസ്മഅ, ലം യസ്മഅ, ലം യസ്മഉ. ലം തസ്മഅ, ലം തസ്മഅ, ലം യസ്മഅന. ലം തസ്മഅ, ലം തസ്മഅ, ലം തസ്മഉ. ലം തസ്മഇ, ലം തസ്മഅ, ലം തസ്മഅന. ലം അസ്മഅ, ലം നസ്മഅ. അടുത്ത ചോദ്യം 4, നുജീബു, ഉത്തരമെഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, കൈഫ യജ്അലുൽ മുളാരിഉൽ മഅറൂഫു മജ്ഹൂലൻ, മുളാരി മഅറൂഫിനെ എങ്ങനെയാണ് മുളാരി മജ്ഹൂലാക്കുക? ഉത്തരം, ബിളമ്മി അലാമത്തിൽ ഇസ്തിക്ബാലി, ഇസ്തിക്ബാലിൻ്റെ അടയാളത്തിന് ലമ്മ് കൊടുക്കുക. അഥവാ യഫ്അലു എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇസ്തിക്ബാലിൻ്റെ അടയാളം. യാ. തഫ്അലു ആകുമ്പോൾ ത, അഫ്അലു ആകുമ്പോൾ ആ, നഫ്അലു ആകുമ്പോൾ ന.
തുടക്കത്തിൽ വരുന്നതാണ് ഇസ്തിഖ്ബാലിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അതിനിക്ക് ലമ്മ് കൊടുക്കുക. വ ഫതഹി മാ ഖബലിൽ ആഖിരി, അവസാനത്തിനിക്ക് തൊട്ട് മുമ്പുള്ളതിനിക്ക്, അവസാനത്തെ അക്ഷരമല്ല അതിൻ്റെ നേരെ മുമ്പത്തെ അക്ഷരത്തിനിക്ക് ഫതഹും കൊടുക്കുക. ഇപ്പം എഫ് അലു എന്നുള്ളത് അല്ലെങ്കിൽ എഫ് ഇലു എന്ന് ഉദാഹരണം എടുക്കുക. അതിൻ്റെ മുളാറയത്തിൻ്റെ അക്ഷരം യാ അല്ലേ, അതിന് ലമ്മ് കൊടുക്കുക യു. പിന്നെ എഫ് ഇലു എന്നല്ല പറഞ്ഞത്, അവസാനത്തിന് തൊട്ട് മുമ്പുള്ളത് ഇ ആണ്. അപ്പോൾ അതിനിക്ക് ലമ്മ് കൊടുക്കുക. അപ്പോൾ യുഫ് അലു എന്നാകും. ഇതാണ് മുളാരി മഅറൂഫിനെ മജൂലാക്കുന്ന രൂപം. 2 അഹ്റുഫു മുളാറയത്തിൻ മാഹിയ, മുളാറയത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞത്? അലിഫ്, താ, യാ, നൂന്. അലിഫ് അഫ് അലു, നഫ് അലു, തഫ് അലു, യഫ് അലു, ഇങ്ങനെയാണ് അതുകൊണ്ട് തുടങ്ങുന്നത് വരുന്നത്. 3 ഇദാ ദഖല ലൻ അലൽ മുളാരി മാദാ യുഹ്ദഫു മിൻഹു, മുളാരിൻ്റെ മേലിൽ ലമ്മ് കടന്നാൽ എന്താണ് അതിൽ നിന്ന് കളയുക? നൂന് തസ്നിയത്തി, തസ്നിയാൻ്റെ നൂനെ കളയും. അഥവാ എഫ് അലാനി തഫ് അലാനി രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതുണ്ടല്ലോ, അതാണ് തസ്നിയ. അതിലുള്ള എല്ലാ നൂനെയും കളയും. പിന്നെ ജംഅ് മുദക്കറിൻ്റെ നൂനെ കളയും. പിന്നെ വൽ മുഖാത്തബത്തി, വഹദാൻ മുഹന്നസ് ഹാദിർ, അതാണ് മുഖാത്തബത്ത് എന്ന് പറയുന്നത്. തഫ് അലീന തഫലാനി തഫലുണ്ടല്ലോ, അതിൽ ആ തഫ് അലീന എന്നാണ്, തഫലീ എന്ന് പറയും. എന്നുള്ളതിനെ കളയപ്പെടും. 5 നെക്തുബു അൽഫാദ് അൽ അഫ്ആലിലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് ലഫ്ലുകൾ ഏതാണ്? സിയ എഴുതുക. ലാ യക്തുബു എന്നുള്ളത് ലാ എന്നത് വന്നതോടെ നമുക്ക് മനസ്സിലായി പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്, മംഫിയാണ്, അത് മുദക്കറാണ്. യാ എന്ന് വന്നത് നമുക്ക് മനസ്സിലായി മുദക്കറായിരിക്കും. പിന്നെ വഹദാനാണ്, ഒന്നിൻ്റെ മേലിൽ വാഹിദാണ്, സ്ഥലത്തില്ലാത്തതാണ്. യാ വന്നതോടെ സ്ഥലത്തില്ലാത്തെന്ന് ഉറപ്പായി. പിന്നെ മിനൽ മുസ്തഖ്ബിൽ മാറൂഫ്, മുസ്തഖ്ബിൽ മാറൂഫാണ്. മജൂലാണെങ്കിൽ യുക്തബു എന്നാണ്, മംഫിയാണ്, അഥവാ ലാ ഉണ്ടല്ലോ. പിന്നെ ലം യർഫൈന, ജംഅ് മുഅന്നസ് ഓയിബ്, ജം ആണ് ബഹുവചനമാണ്, മുഅന്നസ് പെണ്ണാണ്, ഓയിബ് സ്ഥലത്തില്ലാത്തതാണ്. പിന്നെ മിനൽ മുസ്തഖ്ബിൽ മാറൂഫിൽ മംഫി, ലമ്മുള്ളത് കൊണ്ട് മുസ്തഖ്ബിൽ മാറൂഫ് മംഫിയാണ്. പിന്നെ ലം യളിരിബ, മുദക്കറാണ്, വാഹിദാണ്, ഓയിബാണ്. മിനൽ മുസ്തഖ്ബിൽ മാറൂഫിൽ മംഫി ബിലന്ന്, ലന്ന് കൊണ്ട് മംഫി ആയതാണത്. പിന്നെ ഉൻസുർ എന്നുള്ളത് മുദക്കറാണ്, വാഹിദാണ്, മിനൽ അമ്ര ഹാദിറിൽ നിന്നുള്ള മുദക്കറാണ്. പിന്നെ എഫ് അൽ, അത് മുദക്കറാണ്, ആണാണ്, വാഹിദ് ഒന്നാണ്, മിനൽ അമ്ര ഓയിബാണ്, കാരണം തുടക്കത്തിൽ ലീ വന്നു. ഇനി 6 നുഅരിബ് അറബിയാക്കാനാണ്. എൻ്റെ 2 സഹോദരങ്ങളെ നിങ്ങൾ എന്നെ സഹായിക്കൂ. യാ അഖവയ്യ ഉൻസുറാനി, എൻ്റെ 2 സഹോദരങ്ങളേതാണ്? യാ അഖവയ്യ ഉൻസുറാനി, നിങ്ങൾ എന്നെ സഹായിക്കൂ. 7 നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. അതിലൊന്ന് അൽ അബു വൽ ഉമ്മു ലിയഉമുറ ഔലാദഹുമാ ബിസ്സലാത്ത്, ഉമ്മയും ഉപ്പയും അവർ 2 മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കട്ടെ, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരു പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പേപ്പറിലേക്ക് കടക്കാം.